സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയവുമാണ്. എന്താണ് നമ്മുടെ മമ്മൂക്കയ്ക്ക് മലയാളത്തിന്റെ മൂത്തവനായിട്ടുള്ള മലയാളത്തിന്റെ ഏറ്റവും വലിയ അവിഭാജ്യ ഘടകമായിട്ടുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ കൈത്താങ്ങായിട്ട് കൊണ്ടു നടക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ പല സമയത്തും ഇടിഞ്ഞു വീഴാൻ അല്ലെ തകർന്നു വീഴാൻ തുടങ്ങിയ സമയത്തും അതിനെ ചേർത്ത് പിടിച്ച് അതിനെ ഉയർത്തിക്കൊണ്ട് വന്നൊരു ശക്തി അതായിരുന്നു നമ്മുടെ മമ്മൂക്ക. ആ ഒരു മമ്മൂക്കയുടെ ഒരു കഴിവും അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും തന്നെയാണ് ആ ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന് സ്റ്റേറ്റ് അവാർഡ് കിട്ടാനായിട്ട് കാരണമായത്. സംഘികളുടെ ഇടപെടലുകൾ മൂലം ആ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടന് ഒരു ഫാൽക്കെ അവാർഡ് അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡ് നിഷേധിക്കപ്പെടുകയും മമ്മൂക്കയുടെ ജാതിയും മമ്മൂക്കയുടെ മതവും ഒക്കെ തന്നെയാണ് ജാതിയേക്കാൾ ഏറ്റവും ഉപരി മമ്മൂക്കയുടെ മതം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ മമ്മൂക്കയുടെ അവാർഡ് നിഷേധിക്കപ്പെടാനായിട്ട് പ്രധാന കാരണമായ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും മമ്മൂക്കയുടെ ഒരു അവാർഡ് അല്ലെങ്കിൽ ആ ഒരു അവാർഡ് നിശയിൽ നിന്ന് തന്നെ മമ്മൂക്കയുടെ പേരും തള്ളപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനെല്ലാം പിന്നാലെ കേരള സർക്കാർ, കേരള ഗവൺമെന്റ് മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് നൽകിയിരിക്കുകയാണ്, മികച്ച നടനുള്ളൊരു അവാർഡ്. ഇത് അവാർഡ് നിശയിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിലുണ്ടായിരുന്ന രണ്ടു പേരായിരുന്നു. ഒന്ന് ആസിഫ് അലിയും മറ്റൊന്ന് മമ്മൂക്കയായിരുന്നു. മമ്മൂക്ക ഉള്ള സമയത്ത് മമ്മൂക്കയ്ക്ക് തന്നെയല്ലേ കിട്ടുള്ളൂ. ആസിഫ് അലിയും ഒന്നിനൊന്ന് മികച്ചൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആസിഫ് അലിയും മമ്മൂക്കയും ഒക്കെ നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അഭിനയ മികവുകളുള്ള നടന്മാരാണ്. പക്ഷെ മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഈ പ്രായത്തിലും മമ്മൂക്ക കാണിക്കുന്ന ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു ചുറിയുറുക്ക് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ മമ്മൂക്ക എടുക്കുന്ന ക്യാരക്ടറിന്റെ ഒരു കാര്യങ്ങളെ വെച്ചിട്ടാണ് മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ നമുക്കറിയാം ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ പല തലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. ആ ഒരു മനയിലെ പോറ്റിയായിട്ട് മമ്മൂക്ക വരികയും പിന്നീട് അതിനുശേഷം പോറ്റിയിൽ നിന്ന് ഒരു ചാത്തനായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് മമ്മൂക്കയെ അവിടെ കാണാൻ സാധിക്കുന്നത്. ആ മമ്മൂക്കയുടെ അഭിനയ മികവ് നമ്മൾ ആ ഒരു സിനിമയിൽ, അതൊരു സിനിമ മാത്രമല്ല എല്ലാ സിനിമയിലും നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള മമ്മൂക്കയുടെ എല്ലാ സിനിമകളിലും മമ്മൂക്കയുടെ ഒരു കഴിവ്, നമ്മൾ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടതാണ്. ആ ഈ സൈഡിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കും. അതായത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ പല ഭാവങ്ങളും വന്നു പോകുന്നതും ഒരു മനയിലെ പോറ്റിയെ ഇരുന്നുകൊണ്ട് തന്നെ പിന്നീട് അതിൽ നിന്ന് തന്നെ ആ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ചാത്തലിലേക്ക് ഒരു ഭാവമാറ്റം വരുന്ന ഒരു മമ്മൂക്കയെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കഴിവിനൊക്കെ അല്ലേ അവാർഡ് കിട്ടേണ്ടത്? അല്ലാതെ ഈ കുറെ നാൾ മണലിൽ പോയിട്ട് മണലാരുണ്യത്തിൽ പോയി കളിച്ചു നടന്നു അല്ലെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവാർഡ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഈ ആടുജീവിതത്തിന് നാഷണൽ അവാർഡ് കിട്ടണ്ടേ? മോഹൻലാലിന് അവാർഡ് കൊടുത്തിട്ടുള്ള സംഘികളുടെ കരച്ചില് മമ്മൂക്കയുടെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവർ പറയുന്നത് ഇത് കമ്മികളുടെ അവാർഡാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ആസനം താങ്ങി നടക്കുന്നത് കൊണ്ടും ചുവന്ന കൊടികൾ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയെന്നാണ് പറയുന്നത്. അല്ലയോ സംഘിപുത്രന്മാരെ, മോഹൻലാലിന് അവാർഡ് കിട്ടിയതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മോഹൻലാലിന് എങ്ങനെയാണ് അവാർഡ് കിട്ടിയത്? പുഷ്പ പോലുള്ള സിനിമകൾക്ക് എങ്ങനെയാണ് അവാർഡ് കിട്ടിയത്? അപ്പോൾ ഇതിനകത്തിലൊന്നും മമ്മൂക്കയുടെ പേരേ വന്നിട്ടില്ലല്ലോ. അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ല അല്ലേ? കാരണം ഇത് ഹിന്ദുക്കൾക്ക് മാത്രം നിങ്ങൾ കൊടുക്കുന്ന ഒരു അവാർഡായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെയുള്ളവരെ മാത്രം ഈ പറയുന്ന നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട്, ഫാൽക്കെ അവാർഡിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ മതി എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഹിന്ദു ആയിട്ടുള്ള മോഹൻലാൽ മതി, മുസൽമാനായിട്ടുള്ള മമ്മൂക്ക വേണ്ട എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ വന്നതുകൊണ്ടാണോ ആ രീതിയിലേക്ക് നിങ്ങൾ ചിന്തിച്ചത്? അതൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മമ്മൂട്ടിയെ അങ്ങ് അടിച്ചമർത്തിക്കൊണ്ട് മോഹൻലാലിനെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളതായിരിക്കും ഇവന്മാരുടെയൊക്കെ ഉള്ളിലുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ഇവന്മാരുടെയൊക്കെ ആഗ്രഹം. അപ്പൊ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയതിന്റെ പിന്നാലെ പല ആളുകളുമാണ് മെഴുകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫസൽ കാരാട്ട് എന്ന് പറയുന്ന സംഘീപുത്രനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് ഈ ഒരു വിഷയത്തിലും മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയതിനെ പറ്റിയും അതേപോലെ തന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനെതിരെയും സംസാരിച്ചുകൊണ്ടാണ് ഇവൻ രംഗത്തേക്ക് വന്നത്. നമുക്കറിയാം ആർക്കോ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, ആർക്കോ വേണ്ടിയിട്ടൊന്നും നമുക്ക് പറഞ്ഞു കളയാൻ പറ്റില്ല, സംഘികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മെഴുകുന്ന, സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മോനാണ് ഫസൽ കാരാട്ട്. അവൻ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവാർഡൊക്കെ ഇങ്ങനത്തെ ക്വാളിറ്റി ഇല്ലാത്ത അവാർഡുകളാണ്. സംസ്ഥാന സർക്കാർ മോദിക്കെതിരെ പറയുന്നവരെ മാത്രമാണ് ഈ ഒരു അവാർഡിന്റെ ആ ഒരു ജൂറിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ആ ജൂറിയിൽ പ്രകാശ് രാജിനെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്, അതായത് പ്രകാശ് രാജ് സംഘികൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ് അയാളെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്നും ഒക്കെയാണ് ഈ സംഘിപുത്രൻ ഇരുന്നുകൊണ്ട് മെഴുകുന്നത്. സത്യം പറഞ്ഞ ഇവനൊരു തേങ്ങയും അറിഞ്ഞൂടാ, ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഇരുന്നങ്ങ് പുലമ്പുകയാണ്. അപ്പൊ ഇങ്ങനെ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയതാണ് ഇവന്മാരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം ഒരു പോസ്റ്റ് ഞാൻ കാണാൻ ഇടയുണ്ടായത്, കേരളത്തിലെ ജൂറി ചെയർമാനെ ക്ഷണിച്ചപ്പോൾ സന്തോഷം തോന്നി, അവാർഡ് നിർണയത്തിൽ കൈ കടത്തില്ലെന്നും സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്നുമാണ് അവർ പറഞ്ഞത്. ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ അത് സംഭവിക്കുന്നില്ല. അത്തരമൊരു ജൂറിയും കേന്ദ്ര സർക്കാരും മമ്മൂക്കയെ അർഹിക്കുന്നില്ല എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പോസ്റ്റിൽ ഞാൻ കണ്ടത്, ദേശീയ അവാർഡ് മമ്മൂക്കയെ അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രകാശ് രാജ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത്.
ഈ ഒരു വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് സംഘിപുത്രന്മാർ ഇപ്പോൾ വലിയ രീതിയിൽ വന്നുകൊണ്ട് മെഴുകുന്നത്. അതായത് പ്രകാശ് രാജിനെ പോലെയുള്ള ഒരു സംഘികൾക്കെതിരെ സംസാരിക്കുന്നവനെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ സംസാരിച്ചിരിക്കുന്നതെന്നാണ്. മമ്മൂക്കയുടെ രസകരമായിട്ടുള്ള അവാർഡ് കിട്ടിയതിന് ശേഷം മമ്മൂക്കയുടെ വളരെ രസകരമായിട്ടുള്ള കുറെ ഇന്റർവ്യൂസും കുറെ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മമ്മൂക്ക കൊടുക്കുന്ന മറുപടിയൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിൽ മമ്മൂക്ക രസകരമായിട്ടൊരു മറുപടി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് പൊളിച്ചു. നമുക്ക് പൊളിച്ചടിക്കി. നല്ല ക്യാമറയ്ക്ക് ഞാനിതൊന്നും കൊണ്ടുവന്നില്ല. ഞാനിത് പടത്തിന് പിന്നെ ഇപ്പൊ ലഡു വാങ്ങിച്ചോണ്ട് വരും. ലഡു പിന്നെ കാണുമ്പോ നമുക്ക് പൊളിച്ചു. ഓക്കെ ഓക്കെ. ആരെ നമുക്ക് പൊളിച്ചടിക്കി. താങ്ക് യു ഫോർ ദ ലവ്. ഓക്കെ. അത് ആക്ടർക്ക് കണ്ടില്ലേ, മമ്മൂക്ക വളരെ സന്തോഷവാനായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് ആരോടും ഒരു പരിഭവവും പരാതിയും ഒന്നുമില്ല. നാഷണൽ അവാർഡ് തള്ളിക്കളഞ്ഞ ആ ജൂറിയോട് മമ്മൂക്കയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. നാഷണൽ അവാർഡ് എന്തിനാണ്? സംഘികളുടെ മെഴുകലിന് ഒരിക്കലും അടിമപ്പെടാത്തൊരു മനുഷ്യന് എന്തിനാണ് സംഘിപുത്രന്മാർ നൽകുന്ന ഒരു അവാർഡ്? അത് ആവശ്യമില്ല. കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പല ആളുകളും വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വരാം. എങ്ങനെയൊക്കെ നീയൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, വസ്തുതകളെ എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ഒരു അവാർഡ് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കൈകളിലേക്ക് തന്നെ എത്തും, ഇന്നല്ലെങ്കിൽ നാളെ. മമ്മൂക്കയ്ക്ക് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ പ്രകാശ് രാജ് പറഞ്ഞൊരു വാക്ക് നമ്മൾ കണ്ടതാണ്, ഞങ്ങൾ ആരും ഒരു കാര്യത്തിലും കൈകടത്തത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവാർഡ് നിശ്ചയിക്കാം, അത് ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ഇതേ രീതി തന്നെ ആയിരിക്കണം ഈ നാഷണൽ അവാർഡിന്റെ ആ ഒരു വേദിയിൽ നടക്കേണ്ടത്. എന്നാൽ അവിടെ നടന്നത് എന്താണ്? സംഘികളോട് മെഴുകുന്ന, അല്ലെ സംഘികൾ പറയുന്ന എല്ലാത്തിനും ചൊൽപ്പടിക്ക് നിൽക്കുന്ന വാവകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വാവകൾക്ക് അവാർഡ് കിട്ടിയാൽ മതി. വാവകളെന്ന് ഞാൻ പറഞ്ഞത് ആരെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മലാലിനെ പോലെയൊക്കെയുള്ള മനുഷ്യന്മാർ, അങ്ങനെയുള്ളവർക്ക് മാത്രം നിങ്ങൾ അവാർഡ് ഇടും. പുഷ്പയൊക്കെ ആകുമ്പോൾ താഴത്തിലിടാന്ന് പറഞ്ഞിട്ട് സംഘികളുടെ കൂടെ നിൽക്കുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ അല്ലു അർജുനും ഒക്കെ കൊടുത്തേക്കാൻ പറഞ്ഞു. മികച്ച അഭിനയം, അതാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഇതിനെപ്പറ്റി ഒന്നും സംഘിപുത്രന്മാർക്ക് ഒന്നും മെഴുകാനില്ല. അപ്പൊ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ആ ഒരു സംഘിക്കുട്ടന്റെ, സംഘി മോന്റെ, സംഘിപുത്രന്റെ ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ അവൻ പറയുന്നത് പൃഥ്വിരാജിനൊരു ഉണ്ടയുമില്ല, മോദിക്കെതിരെ കുരച്ചവർക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം, ഈ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് പ്രകാശ് രാജ് ആണ്. എന്തുകൊണ്ടാണ് പ്രകാശ് രാജ് ആ പദവിയിലേക്ക് എത്തിയത് എന്ന് കൂടി ഒന്ന് മുന്നോട്ട് വെക്കാം. മറ്റൊന്നുമല്ല, കാരണം ഏത് നേരവും പുട്ടുപീര ഇടുന്നത് പോലെ ഏത് സ്ഥലത്തെത്തിയാലും മോദിക്കെതിരെ തോന്നിയ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് കൊണ്ടും ഏതു സമയത്തും ഗാസക്ക് വേണ്ടി മാത്രം മനുഷ്യത്വം പറഞ്ഞ് കേരളത്തിലെ സകല സുഡാപ്പികളെയും നിരന്തരം പ്രീണിപ്പിക്കുന്ന ഒരുത്തനായതുകൊണ്ടുമാണ് ഇയാൾക്ക് നമ്മുടെ ഇടത് സർക്കാർ ഇയാളെ പിടിച്ചിട്ട് ജൂറി ചെയർമാൻ ആക്കിയത് എന്നുള്ളത് സകലരും തിരിച്ചറിയാം. അല്ലാതെ ഇയാളെക്കാൾ നിലവാരമുള്ള എത്രത്തോളം ആളുകൾ നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ ഉണ്ട്. എന്നാലും അതവിടെ നിൽക്കട്ടെ. ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് മമ്മൂട്ടിയെയാണ്. പ്രത്യേകിച്ച് എതിരഭിപ്രായം ഒന്നും തന്നെയില്ല. എന്നാൽ ഈ മമ്മൂട്ടിയെ അപമാനിക്കാനാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ മമ്മൂട്ടിക്കെതിരെ തോന്നിയതുപോലെ ആളുകൾ വിമർശിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണോ എന്നും അറിയില്ല. ഒരു പ്രഖ്യാപനം അങ്ങ് ഈ പറയുന്ന പ്രകാശ് രാജ് നടത്തിയിട്ടുണ്ട്. പതിവ് നിനക്ക് എന്താടാ ഈ മോദിക്കെതിരെ പറയുമ്പോ, അല്ലെങ്കിൽ ഈ സംഘിക്കുട്ടന്മാർക്കെതിരെ പറയുമ്പോ ഇത്ര കൊള്ളുന്നത്? നീ ആരാണ്? സംഘികളുടെ ആരാണ് നീ? സംഘികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടിരുന്ന് നടത്തുന്ന ചാനലാണോ നിന്റേത്? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാ തോന്നുന്നത്. PR എന്നൊക്കെ പറയില്ല എന്ന് പറയുന്നത് പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വസ്തുതകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പണിയെടുക്കുന്ന ഒരു സൈബർ പോരാളിയാണ് ഫസൽ കാരാട്ട്. നാണമില്ലല്ലോടാ നിനക്കൊക്കെ. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളച്ചാലും അതും ഒരു തണലാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഇവനെയൊക്കെ കൂട്ടാം. എന്തോ കിടന്നിങ്ങനെ കവലയിലെ പ്രസംഗം പോലെ പുലമ്പുകയാണ്. ചെറ്റത്തരങ്ങളും നാറിയ പരിപാടികളും കാണിക്കുന്ന സംഘികളാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെ ഇത്രയൊക്കെ മെഴുകാൻ ശ്രമിച്ചാലും അതിന് കുറെ, ഇവന്റെ വീഡിയോ കാണുന്നവരുണ്ട്, കുറെ പേരങ്ങ് മെഴുകി. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവർ ഈ വീഡിയോ കണ്ട ആ ഒരു ആ ഒരു ജാലത്തിൽ, അല്ലെങ്കിൽ ഒരു മായ ലോകത്തിൽ അവർ പെട്ടുപോയതാണ്, ആ ഒരു വലയത്തിൽ പെട്ടുപോയതാണ്. അപ്പൊ അവരെല്ലാം പറയുന്നത് ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്ന ഫസലിനിരിക്കട്ടെ ഇന്നത്തെ ഒരു കയ്യടി അല്ലെങ്കിൽ കുതിരപ്പവൻ എന്നൊക്കെയാണ്. വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട്, യാഥാർത്ഥ്യങ്ങളെ അതിനെ ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട്, കാര്യങ്ങളൊക്കെ മോദിക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആരുടെ അല്ല സംഘികളുടെ അടിമയായിട്ടിരിക്കുന്ന ഇവൻ പറയുന്നതാണ് സത്യം. സംഘികൾ ഇവനെ അംഗീകരിക്കും, എന്നാൽ
ഞങ്ങൾ കേരളത്തിലെ ആണത്തമുള്ള ആണുങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഇവനെ അംഗീകരിക്കത്തില്ല. അതൊക്കെ അവന്റെ കയ്യിലിരിക്കട്ടെ, ബാക്കി കേട്ടോ. രീതിയിൽ മോദിക്കെതിരെ ഈ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാതെ ഉറക്കു വരാത്ത ഒരുതനാണ് ഈ പറയുന്ന പ്രകാശ് രാജ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ദേശീയ ചലച്ചിത്ര അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല. ദേശീയ ചലച്ചിത്ര അവാർഡിനെ അങ്ങ് അപമാനിക്കാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ തോന്നുന്നത്? രാജ്യത്തെ ദേശീയ ചലച്ചിത്ര ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ എന്താടാ ഫസൽ മോനെ അതിൽ തെറ്റ്? നാഷണൽ അവാർഡ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് കൊള്ളത്തില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. എന്തുകൊണ്ടാണ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്? അവിടെ എപ്പോഴാണ് ചാണകസംഖികളുടെ മെഴുകലുകൾ ഉണ്ടായതോ അപ്പം മുതൽ നാഷണൽ അവാർഡിന് വിലയില്ലാതായി. ഞാൻ ഇന്നലെയും ഇന്നും എന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എവിടെയാണോ സംഖികളുടെ മെഴുകലുകൾ ഉണ്ടാവുന്നത് കൂടുതലായിട്ട്, ആ ഒരു ഉണ്ടാവുന്ന സ്ഥലം അത് അപ്പാടെ നശിച്ചു പോകും എന്ന് പറയുന്നത് പോലെയാണ്. സംഖികളുടെ മെഴുകൽ ഉണ്ടായതോടുകൂടി ആ ഒരു അവാർഡിന് തന്നെ ഒരു വാല്യൂ ഇല്ല. ഒരു ടിഷ്യൂ പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും വാല്യൂ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ഇവ വന്നിട്ട് എന്തൊരു മെഴുകല, ഇതൊരു വൃത്തികെട്ട പരിപാടിയല്ലേ? അവാർഡൊക്കെ മോശമാണ്, ഞാൻ പ്രഖ്യാപിച്ചതാണ് അതിനേക്കാൾ നല്ലത് എന്ന് ഞാൻ എന്ന ഭാവത്തിൽ മുന്നോട്ട് പോകുന്ന സിനിമാ മേഖലയിലെ പ്രധാനിയാണ് ഈ പ്രകാശ് രാജ്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ്, മറ്റാരെങ്കിലും അല്ല പറയേണ്ടത്, എന്നിട്ട് സ്വന്തം തന്നെ പറയാണ് ദേശീയ അവാർഡിനേക്കാൾ. ഇവന്റെ ഈ പറയുന്ന തോൽവി എന്ന് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും മതി. അവൻ പറയുന്നത്, പ്രകാശ് രാജ് പറഞ്ഞത് ഞാൻ പ്രഖ്യാപിച്ച അവാർഡ് നാഷണൽ അവാർഡിനേക്കാൾ വലുതാണെന്നാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവന്റെ ഇരട്ടത്താപ്പ്, ഇവന്റെ രാഷ്ട്രീയം എന്താണ്, ഇവന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ്, ഇവൻ ആരെയാണ് വെള്ളപൂശാൻ ശ്രമിക്കുന്നതെന്ന്. അതായത് പ്രകാശ് രാജ് അങ്ങനെ ഒരു മറുപടി അല്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞില്ല. പ്രകാശ് രാജ് പറഞ്ഞത് മമ്മൂക്കയെ നാഷണൽ അവാർഡ് അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് നാഷണൽ അവാർഡ് അത് കൊടുക്കുന്ന ആളുകൾ ഒരു അർഹതപ്പെട്ടവരല്ല, അല്ലെങ്കിൽ അവർക്കൊരു അർഹത ഇല്ല എന്നാണ് ഈ പറയുന്ന പ്രകാശ് രാജ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൽ തെറ്റ്? മമ്മൂക്ക എന്ന് പറയുന്നൊരു മഹാനടനെ ഒന്നുമല്ലാതാക്കി കളയാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഇഡിയും കസ്റ്റംസിനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ആരാ? ഇതേ സംഘിക്കുട്ടന്മാരാണ്. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യന്റെ കലാജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഇതേ സംഘിക്കുട്ടന്മാരാണ്. മമ്മൂക്ക എന്ന് പറയുന്നൊരു നടന്, അയാളൊരു നടനുമല്ല, അയാളൊരു കോപ്പുമല്ല എന്നുള്ള രീതിയിൽ അയാൾക്ക് കിട്ടേണ്ട അവാർഡ് നിഷേധിച്ചത് ആരാണ്? അതും ഇതേ സംഘിക്കുട്ടന്മാർ തന്നെയാണ്. ഈ സംഘിക്കുട്ടന്മാരെയൊക്കെ വെള്ളപൂശുന്നത് ആരാണ്? അത് സംഘികളുടെ പുത്രനായിട്ടുള്ള ഫസലാണ്. നാണമില്ലാത്തവൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആല് മുളച്ചു കഴിഞ്ഞാൽ അതും തണലായിട്ട് കാണുന്നവൻ. എന്നിട്ട് അവൻ വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ കൊടുത്ത അവാർഡിന്റെ അത്രയും ഒന്നുമില്ല നാഷണൽ അവാർഡ് എന്നാണ്. നമുക്കറിയാം നാഷണൽ അവാർഡ് ഒരു വാല്യൂ ഉള്ള ഒരു അവാർഡായിട്ടൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അവാർഡിന്റെ വാല്യൂ പോയത് എപ്പോൾ മുതലാണ്? കാവ്യകളസം അല്ലെങ്കിൽ കാവ്യവൽക്കരണം അവിടെ ഉണ്ടായപ്പോൾ മുതലാണ്. നമ്മൾ കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നിശ്ചയം അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടു. വലിയ ഫിലിം അവാർഡ്സ് പോലെയുള്ള വലിയ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് അനൗൺസ്മെന്റ് മാത്രമാണ്. അവർക്കെല്ലാം അവാർഡ് നിശ്ചയിക്കുന്നു, ഇന്ന പേരുകൾ അവിടെ അനൗൺസ് ചെയ്യുന്നു. ഇനി നാളെ ഒരു പക്ഷേ അവാർഡ് നിശ്ചയിലേക്ക് എല്ലാവരും പങ്കെടുക്കുന്ന പോലത്തെ വലിയൊരു ബിഗ് ഷോ ഉണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും വെറുതെ പട്ടി ഷോ കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പണം പിരിവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവാർഡ് പ്രഖ്യാപനം നടന്നു, ഇന്ന ആളുകൾ ഇതിന് അർഹനാണെന്ന് പറഞ്ഞു. അതും അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെയാണ് അവാർഡുകൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അല്ലാതെ മണലിൽ കിടന്ന് എഴഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലപ്പനെ പോലെയുള്ള ആളുകൾക്ക് അവാർഡ് കൊടുത്തതിലല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തുവിടായിരുന്നു. പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ എത്ര ദിവസം, 110 ദിവസത്തോളം മണലാരുണ്യത്തിൽ കിടന്നെടുത്തൊരു പടമാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഫുൾ മണലിൽ തന്നെയാണ്, ഫുൾ ക്രൂ, അല്ലാതെ ഒരു സെറ്റ് ഇട്ടിട്ട് അവിടെ മണൽ വാരി ഇട്ടല്ല. അങ്ങനെയുള്ള ഒരു പടത്തിനായിരുന്നു നിങ്ങൾ അത് കൊടുക്കേണ്ടത്. മമ്മൂക്കയ്ക്ക് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല. കാരണം മമ്മൂക്ക ഒരു മുസൽമാനാണ്. ഹിന്ദുക്കളായിട്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ ജൂറിയിലിരിക്കുന്ന ആളുകൾ ഒരിക്കലും മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുക്കില്ല എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് അറിയാം. മുസൽമാനെയൊക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയൊക്കെ ഭയങ്കര ദേഷ്യമുള്ള, അവരോടൊക്കെ ഭയങ്കര വിരോധമാണല്ലോ ഈ സംഘിക്കുട്ടന്മാർക്ക്. അങ്ങനെയുള്ളൊരിടത്ത് ഒരിക്കലും മുസൽമാനായിട്ടുള്ളൊരു മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടില്ല എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു അവാർഡ് കിട്ടിയതിന് പിന്നാലെ എന്തൊരു വിഷമാണ്. രഞ്ജിത്ത് പണിക്കർ എന്ന് പറഞ്ഞിട്ടൊരു സാമൂഹിക നിരീക്ഷകനുണ്ട്, സാമൂഹിക തോൽവി. അവൻ ജനൻ ടി വിയിലൊക്കെ പോയിരുന്ന് മെഴുകുന്നേ കണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവനെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ് ശരിക്കുള്ള പണിക്കരുടെ സ്വഭാവം അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. ഇവരൊക്കെ ഇവരുടെയൊക്കെ മതം ഏതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ മതം അല്ലെ ജാതി പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനത്തെ ചിന്താഗതി അവന്മാരുടെയൊക്കെ ഒരു ചരിത്രം അതെന്താണെന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് ഇവന്മാര് ഹിന്ദുക്കൾ മാത്രം ഇവിടെ മതി എന്നൊരു ചിന്താഗതി ഉള്ളവന്മാരാണ്. അതിനു വേണ്ടിയിട്ട് തീവ്രമായിട്ട് വാദിക്കുന്ന പാകിസ്ഥാനിലെ ഒരു ഭീകരരെക്കാളും തീവ്രവാദികളാണ് ഇവന്മാര്. അങ്ങനെ ആ ഒരു തീവ്രമായിട്ടുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയും ഇവന്മാര് മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുക്കാതെ തള്ളിക്കളഞ്ഞു. അത് ശരിക്കും മുസൽമാൻ ആയതുകൊണ്ടും ഒരു മുസ്ലിമിന് അവാർഡ് കിട്ടേണ്ട, ഒരു ഹിന്ദു ഉള്ളപ്പോൾ ആ ഹിന്ദുവിന് തന്നെ അവാർഡ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിൽ കൂടിയും അങ്ങനെയുള്ളൊരു ജാതീയ ബോധം അല്ലെ മതബോധം, വർണ്ണബോധം, വിവേചനം ഇതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയും വർഗീയവാദികളായതുകൊണ്ട് തന്നെയും ആ ഒരു അവാർഡ് നിശ്ചയിൽ നിന്ന് മമ്മൂക്കയുടെ പേരെങ്കിൽ നൈസായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് മോഹൻലാലിനെ അവിടെ കയറ്റി.
എന്നാൽ മോഹൻലാൽ ഇതിനുവേണ്ടി സംസാരിക്കല്ല, ഇതിനെതിരായിട്ട് സംസാരിക്കുക ഒന്നും ചെയ്തില്ല. മോഹൻലാലിന് കിട്ടിയത് മോഹൻലാലിന് സന്തോഷമായിട്ട് മോഹൻലാൽ പോയി. അതല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. മോഹൻലാലിന് കിട്ടിയത് മോഹൻലാലിന് സന്തോഷമായി, മമ്മൂക്കി കിട്ടിയിരുന്നെങ്കിൽ മമ്മൂക്കിക്ക് സന്തോഷം. പക്ഷെ ഒരിക്കലും മമ്മൂക്കിക്ക് കൊടുക്കില്ല, കാരണം മുസൽമാനാണ്. ഈ ഒരു വൃത്തികെട്ട ചിന്താഗതി അല്ല ഈ ഒരു രീതി നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇത് വീണ്ടും ആവർത്തിക്കും. ഇപ്പം മമ്മൂക്കിക്ക് അവാർഡ് കൊടുത്തതിലും മോഹൻലാലിന് അവാർഡ് കൊടുത്തതിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്തതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? സംഘികൾ തന്നെയാണ്. ഇതൊരു വൃത്തികെട്ട ചിന്താഗതിയും വൃത്തികെട്ട പെരുമാറ്റങ്ങളും ഒക്കെയാണ് അല്ലേ.